നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം ഒരു വലിയൊരു വിവാദമാണ് ഇപ്പോൾ നമ്മുടെ പത്രത്തിൽ, ഇന്നത്തെ മനോരമ ന്യൂസിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റഴിക്കുന്ന ന്യൂസ് പേപ്പറായ മനോരമയിൽ നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് റീപബ്ലിഷ് ചെയ്യുമോ, പുനഃപ്രസിദ്ധീകരിക്കുമോ എന്നുള്ളൊരു ന്യൂസാണ് വന്നത്. ഇതിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് പല ചാനലുകളിലും നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു ന്യൂസ് പേപ്പറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. അതിൻ്റെ പ്രധാന കാരണം അതൊരു വലിയൊരു ചർച്ച അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഒത്തിരി ആൾക്കാർക്ക് തോന്നിയതിൻ്റെ പേരിലാണ്. എന്താ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മാർക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും നന്നായിട്ട് കുറഞ്ഞു. അതിൻ്റെ പേരിൽ തന്നെ റാങ്ക് അവരുടെ ഒത്തിരി താഴുകയും ചെയ്തു. ഇതിൻ്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർ പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് തന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസുകൾ അവർ നല്ലപോലെ ചെയ്തു, നല്ല മാർക്ക് കിട്ടി. അതാണോ അവരുടെ തെറ്റ് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം മറ്റുള്ള സിലബസിൻ്റേത് ഇത്തിരി ടഫായിട്ടുള്ളതാണ്, നമ്മുടെ സിലബസിൻ്റേത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2011 തൊട്ടുള്ള ഒരു രീതിയാണ്. ഇവിടെ ആവറേജ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൻ്റെ ആവറേജ് എന്നുള്ള രീതിയിൽ കൂടെയാണ് ഇതിനെ ഈ രീതിയിൽ കൂടെ വന്നേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ സിലബസിലെയും ആവറേജുകളെ എടുത്ത് നോക്കി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. പക്ഷെ ഇതൊരു വലിയൊരു വ്യത്യാസം തന്നെ ആയിപ്പോയി. ഇത് കുട്ടികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത്ര താങ്ങാവുന്ന കാര്യമല്ല. അവരിത്രയും പഠിച്ച് പരീക്ഷ എഴുതിയ ശേഷം അവർക്കിപ്പോൾ 360-ൽ 350-ന് മേളിൽ മാർക്ക് വന്നപ്പോൾ, അവരുടെ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞപ്പോൾ ഏകദേശം അവർക്ക് കിട്ടേണ്ടതെന്ന് 20, 25, 27 മാർക്ക് വരെ കുറഞ്ഞതായിട്ടാണ് ഇപ്പോഴത്തെ ആക്ഷേപം. ശരിയാണ്, ഒത്തിരി പേരുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നേരെ തിരിച്ച് മറ്റുള്ള സിലബസുകാർക്ക് മാർക്ക് കൂടിയതായിട്ടുള്ളതാണ് കൃത്യമായിട്ട് പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. 8 മാർക്ക് വരെ കൂടി. അതെങ്ങനെ സഹിക്കും? അതെന്തായാലും ഒരു നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് അത്രത്തോളം ഫീൽ ചെയ്യത്തില്ലെങ്കിലും എഴുതിയ കുട്ടികൾക്ക് അതൊരു വലിയൊരു ഫീലിംഗ് തന്നെയാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കാര്യം പറയുന്നതേ ഉള്ളൂ. ഇതുപോലെ പേരൻസിനും സ്റ്റേറ്റ് സിലബസിലുള്ള പേരൻസിനും ഇതേപോലെ അതിനകത്തൊരു വലിയൊരു വിഷമമുണ്ട്. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കിനി നോക്കിക്കാണേണ്ടത്. റീപബ്ലിഷ് ചെയ്യുമോ എന്നുള്ളത് അതിനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും പക്ഷേ ശക്തമായിട്ടുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളും ലേറ്റാവും. ലേറ്റാകുന്നുള്ള ഒത്തിരി ലേറ്റാകുന്നല്ല, അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ അതോ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഒന്നും അറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വർഷം 27 മാർക്കാണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞതിലെ ഏറ്റവും വലിയ മാർക്ക്. കഴിഞ്ഞ വർഷം ഏകദേശം അതൊരു 15 മാർക്കേ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും അത് 10 മാർക്കും 12 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും മാർക്ക് കഴിഞ്ഞ വർഷം നമുക്ക് 2023-ൽ ഏകദേശം 15 മാർക്ക് വരെയുള്ള കുറവാണ് ഉണ്ടായത്. ഈ 2024 ആയപ്പോൾ 27 മാർക്ക് വരെ കുറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിക്ക്. ഇത് 2021-ൽ 41, 43 മാർക്കോളം അന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ കണക്കിൽ വരുന്ന കാര്യങ്ങളാണ്. അന്ന് എനിക്ക് തോന്നുന്നു ആ കൊറോണ ശേഷത്തിനുമുള്ള ആ സംഭവമായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടികളുടെ റാങ്ക് നല്ലപോലെ കുറഞ്ഞപ്പോഴത്തേക്ക് പലയിടത്തും കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ 5000-നുള്ളിൽ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് എൻട്രൻസ് എഴുതി വന്നിട്ടുള്ള കുട്ടികൾക്ക് 2034 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് 5000 എന്ന് പറഞ്ഞാൽ ഏകദേശം, പക്ഷേ സ്റ്റേറ്റ് സിലബസുകാർ ഏകദേശം 70% കുട്ടികൾ എൻട്രൻസ് എഴുതിയതിലെ 70% കുട്ടികളും സ്റ്റേറ്റ് സിലബസുകാർ 70%. പക്ഷേ അവർക്ക് ആദ്യത്തെ 5000-ൽ ഇടം പിടിക്കാൻ പറ്റിയത് വെറും 2034 പേർക്കേ വന്നുള്ളൂ. ഇത് നേരെ തിരിച്ച് 27 കുറഞ്ഞില്ല എന്ന് വിചാരിക്കുക. ഒരു 10 മാർക്കോ 15 മാർക്കോ കുറഞ്ഞാലും ഇനിയും കുട്ടികൾ ഇതിൻ്റെ അതോടെ എൻ്റർ ആയേനെ. ശരിയല്ലേ? അപ്പം നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഇതിനും കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേട്ടോ. ഇത്രയും കുറഞ്ഞു പോയിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് സിലബസുകാർ വന്നേക്കുന്നത്. CBSE 2700 സംതിങ് ആണ് കേട്ടോ, പ്ലസ് ഇത്രയും പേരുണ്ട്. ബാക്കി മറ്റുള്ള സിലബസിൽ നിന്നൊക്കെ വന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കിക്കേ, കുറച്ച് കുട്ടികൾ അവരെഴുതുകയും ആദ്യത്തെ 5000-ൽ അവർ കൂടുതൽ ഇടം തേടുകയും വലിയൊരു വ്യത്യാസം നിങ്ങളത് ഫീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല. നമ്മുടെ ഒത്തിരി കുട്ടികൾ സ്റ്റേറ്റ് സിലബസുകാർ എഴുതിയ ശേഷവും ആദ്യത്തെ 5000 2034
ബട്ട് നോക്കിക്കേ, കുറച്ച് കുട്ടികളെ എഴുതി അവർ 2700 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സിലബസുകാരെക്കാളും കൂടുതൽ ഫസ്റ്റ് 5000 എത്തുകയും ചെയ്തു. മറ്റൊരു കാര്യം പറയുമ്പോൾ നമുക്കിനിയും PCM മാർക്ക് കൂട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഏതാ? നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നോക്കുന്നില്ല, എൻട്രൻസ് മാത്രമായി നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് വന്നാൽ ഇതിലും പ്രശ്നമാകും സ്റ്റേറ്റ് സിലബസുകളുടെ കാര്യം. അതും മറ്റൊരു സത്യം. അപ്പോൾ നമുക്ക് സത്യങ്ങൾ കുറേ മുന്നിലുണ്ടെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പക്ഷേ നമുക്ക് അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ കുഴപ്പമല്ല ഇതൊന്നും, എല്ലാം ഓരോ രീതിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 80% ആൾക്കാരും CBSE എന്നോ അല്ലെങ്കിൽ മറ്റുള്ള സിലബസിൽ നിന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് 5000 എത്താൻ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ സ്റ്റേറ്റ് സിലബസുകാർ പിടിച്ചു നിൽക്കുന്നത് PCM മാർക്കിൻ്റെ ബലത്തിലാണ്. അപ്പോൾ അവനെ എടുത്ത് കളയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വല്ലവരും ഇനിയും കളഞ്ഞ് കഴിഞ്ഞാൽ കീം സ്കോർ മാത്രം നോക്കി കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞാൽ അതിലും പ്രശ്നമാണ്. കാരണം അവർ ഓൾറെഡി പലയിടത്തും ഒന്നിൽ ഇത് എൻട്രൻസ് കോച്ചിങ് നടത്തുന്നതാണ്, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ എൻട്രൻസ് കോച്ചിങ് നടത്തി കുട്ടികൾ എഴുതുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തായാലും ഇതിന് ഉള്ള സാധ്യതയുള്ളൂ. സ്റ്റേറ്റ് സിലബസുകാർ എൻട്രൻസിന് പോയി ഇപ്പോൾ എഴുതിയവരുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ കുറച്ച് പേര് പോയിട്ടുണ്ടാവും, എന്നാലും കമ്പാരിറ്റീവ്ലി വളരെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അതിന് കാരണം പിന്നെ ഫീസ് കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും താങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊന്നുമേ ആകെ പ്രശ്നമാണ്. ഒറ്റ മാർഗ്ഗമേ ഇതിന് എൻ്റെ മുന്നിലുള്ളൂ. ഈ സ്റ്റാൻഡർഡൈസേഷൻ്റെ രീതി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനും ഇത്തിരി ടഫാക്കുന്ന രീതിയിൽ കൂടെ ആക്കിയാണോ എങ്ങനെയോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടഫാക്കുകയോ ഇല്ലെങ്കിൽ ഇതിനൊരു ഇത്തിരിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഇത്തിരിയുടെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ കൂടെ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. ഇനി ഇങ്ങനെ അടുത്ത വർഷം ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു വിചാരം ഉണ്ടാകണമെന്നാണ്. ഇപ്പോഴത്തെ ഈ രീതിയിലുള്ള ന്യൂനതകൾ എല്ലാം ഒന്ന് ഡീമെറിറ്റ്സ് എല്ലാം മാറ്റി ഒരു പുതിയ രീതിയിൽ കൂടെ ആക്കി ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും. കാരണം ഇത്രയും കുറയുന്നത് 27 മാർക്ക് സ്റ്റേറ്റ് സിലബസിൽ കുറയും, മറ്റുള്ള സിലബസിൽ 8 മാർക്കോളം കൂടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ 8 മാർക്ക് കൂടുന്ന എല്ലാവർക്കും 8 മാർക്ക് കൂടണമെന്നില്ല, കുറയുന്നവരും ഉണ്ട് അതിനകത്ത്. അത് ചെറിയ, അപ്പോൾ അതെല്ലാം എല്ലാവർക്കും ഒരേപോലെ അല്ല, എല്ലാവർക്കും 27 കുറയുന്നില്ല. അപ്പോൾ അതെല്ലാം ഒരു വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കാണ് കുറയുന്നതിൽ കൂടുതൽ, കേട്ടോ. മനസ്സിലായല്ലോ? ഏറ്റവും കൂടുതൽ, അല്ലാതെ 300 ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കുറയും. 300-ൽ 270 കിട്ടുന്നവർക്ക് മാർക്ക് അത്രയും കുറയില്ല. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് ഇത്രയും കുറയുന്നത്, കാരണം ടോപ്പ് മാർക്കുള്ളവർക്ക് അല്ലെ ടോപ്പ് റാങ്കിലെത്തുക. അപ്പോൾ അവരുടെ 27 മാർക്ക് കുറയുമ്പോഴത്തേക്ക് ഒത്തിരി അവർ റാങ്കിൽ താഴെ പോകുന്നുണ്ട്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മാത്രം നടത്തുന്ന ഒരു എക്സാമും കൂടിയാണ്. അപ്പോൾ കേരളത്തെ കുട്ടികൾക്ക്, കേരള സിലബസിൽ പഠിക്കുന്നവർക്ക് ഇത്തിരി പ്രിഫറൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് മറ്റുള്ള സിലബസുകാർ മോശമല്ല, അവരും ഇവിടെ പഠിച്ചവരാണ്, മറ്റുള്ള സിലബസിലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തി അടുത്ത വർഷം തൊട്ട്, ഈ വർഷം പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, അടുത്ത വർഷം തൊട്ട് ഇതിനൊരു ക്ലീനായിട്ട് ഇപ്പോഴേ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കിക്കൊണ്ട് വേണം അടുത്ത വർഷത്തെ എക്സാം എഴുതണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഈ ഡേറ്റ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം ഉടൻ തന്നെ എത്തിക്കും. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്തിരി ലേറ്റ്, എനിക്ക് തോന്നുന്നു ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അതിനൊക്കെയുള്ള സാധ്യതയുള്ളൂ. അതിന് മുമ്പായിട്ട് കാറ്റഗറി ലിസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഉടൻ തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് ക്ലിയറായിട്ട് തരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.